நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുക്കോത്തുമ്പിയിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ആരാണെന്നതും ഉള്ളിലുള്ള ജ്ഞാനം എന്താണെന്നതും ആരറിയും. വാനവർക്കീശൻ വന്നെന്നെ തൻ്റെ സ്വന്തമാക്കിയിടായികയിൽ ഊനമാർന്നൊരു ഉടഞ്ഞ കപാലത്തിൽ പിച്ച തേടും അമ്പലവാണൻ്റെ തേഞ്ചോരുന്ന ചേവിടി ചെന്നത് പാടൂ വരിവണ്ടേ നീ. അല്ലയോ വരിവണ്ടേ, നീ ശിവൻ്റെ പാദങ്ങൾ ചേർന്ന് പാടൂ. എന്താണ് പാടേണ്ടത്? ഞാൻ ആരാണെന്നതും ഉള്ളിലുള്ള ജ്ഞാനം എന്താണെന്നതും ആരറിയും. ജനങ്ങൾ തങ്ങൾ ആരാണെന്നറിയുന്നില്ല, ഞാൻ ആരാണ് എന്ന് അറിയുന്നില്ല. ജ്ഞാനം എന്താണെന്നതും ആരും അറിയില്ല. ജ്ഞാനം, അറിവ് എന്ന് വച്ചാൽ എന്താണെന്നും ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആരാണെന്നതും ഉള്ളിലുള്ള ജ്ഞാനം എന്തെന്നതും ആരറിയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചോദ്യം ഇതാണ്: ഞാൻ ആരാണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് എന്ന ചോദ്യമാണ്. ഈ ഞാൻ ആരാണെന്ന് 99% ജനങ്ങളും അറിയുന്നില്ല. ഞാൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വളരെ ലളിതവും സന്തോഷവും ആനന്ദഭരിതവുമായി തീരും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അയാളുടെ ജീവിതം സഫലമായി. ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുക. അതിന് ആർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുവോ അയാളുടെ ഉത്തരമനുസരിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സന്താപവും ദുഃഖവും എല്ലാം. അപ്പോൾ ഞാൻ ആരാണെന്ന് നിരന്തരം അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതെല്ലാം വ്യക്തമായി കിട്ടും. രമണ മഹർഷി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചെറിയൊരു പുസ്തകം, ഞാൻ ആരാണ് എന്നൊരു പുസ്തകം. അതിൽ ഞാൻ ആരാണ് എന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു നല്ല സ്റ്റഡിയാണത്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഞാൻ ആരാണ് എന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഈ ചോദ്യം ആദിമകാലം മുതൽ ഉപനിഷത്ത് കർത്താക്കൾ മുതൽ ചോദിച്ച ചോദ്യമാണ്: ഞാൻ ആരാണ്? അവർ ആദ്യം കണ്ടെത്തുന്നു ഞാൻ ഈ ശരീരമാണ് എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരീരം നശിച്ചു പോകും. അപ്പോൾ നശിച്ചു പോകുന്ന ശരീരമാണോ ഞാൻ? അല്ല. അപ്പോൾ അവർ വീണ്ടും ചിന്തിക്കുന്നു. അപ്പോൾ അവർ കണ്ടെത്തുന്നു ഞാൻ മനസ്സാണ്. കുറച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സുമല്ല ഞാനെന്ന് പറയുന്നത് മനസ്സല്ല. എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് ചിലപ്പോൾ ഇല്ലാതായിരിക്കുന്ന അല്ലെങ്കിൽ മിഥ്യാവിവരങ്ങൾ തരുന്ന മനസ്സ് ഒരിക്കലും യഥാർത്ഥത്തിൽ ഞാനല്ല. അപ്പോൾ മനസ്സും ഞാനല്ല. പിന്നെ ആരാണ് ഞാൻ? അങ്ങനെ അന്വേഷിച്ച് അവസാനം നശിക്കാത്ത സ്ഥിരമായി നിൽക്കുന്ന ഒരു ഭാവം എന്നിലുണ്ട്. അത് ആത്മാവാണ്, അല്ലെങ്കിൽ ഞാനെന്ന ആ മഹാസത്യമാണ്.
ഞാനെന്ന ആ മഹാസത്യമാണ് എന്നുള്ള അറിവ് അയാൾക്ക് കിട്ടുന്നു. ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ള ആ മഹാസത്യം അയാൾ കണ്ടെത്തുന്നു. അതോടെ അയാളുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരുന്നു, സമാധാനപൂർണ്ണമായി തീരുന്നു. ആനന്ദം കൊണ്ട് നിർവൃതിയടയുന്ന ഒരു ആനന്ദ നിർവൃതിദായകമായ ശിവാനന്ദമായ ലഹരിയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. ശിവോഹം എന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. ഇതാണ് ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിൻ്റെ അവസാനത്തെ കണ്ടെത്തൽ. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ തന്നെയാണ് ഞാൻ. നശിക്കാത്ത ഞാനാണ്, ഒരിക്കലും ഇളകാത്ത ഞാനാണ്, ആദിമധ്യാന്തങ്ങളില്ലാത്ത ഞാനാണ് എന്നുള്ള സത്യം കണ്ടെത്തുക. സത്യം കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് അനുഭവത്തിൽ വരികയും ചെയ്യണം. ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ളത് നമ്മുടെ അനുഭവമായി മാറുമ്പോൾ സത്യത്തിൽ നാം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും ഞാൻ ആരാണെന്നത് ഒരിക്കലും അറിയുന്നില്ല. പിന്നെ ജ്ഞാനം എന്താണെന്നും അറിയുന്നില്ല. ജ്ഞാനം അറിവ് എന്താണ് എന്ന് നാം ചിന്തിക്കുന്നേയില്ല. അറിവുള്ളവനാണ് മനുഷ്യൻ. അറിവിനെ സാക്ഷാത്കരിക്കാൻ ആർക്കാണോ കഴിയുന്നത് അയാളാണ് യഥാർത്ഥ ആനന്ദം നുകരുന്നത്. ജീവിതാനന്ദം നുകരുന്ന ആൾ ഒരു ജ്ഞാനിയാണ്. ഈ ജ്ഞാനം, അറിവ് എന്ന് വെച്ചാൽ എന്താണ്? അത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ അത് ബോധമാണ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ആ ബോധം തന്നെയാണ് അറിവ് എന്ന് നാം അവസാനം കണ്ടെത്തുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വാക്കുകളിൽ പറയാൻ എളുപ്പമാണ്. പക്ഷേ വാക്കുകൾക്കപ്പുറം അത് അനുഭവത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പരമാനന്ദം നാം അനുഭവിക്കുന്നത്. അപ്പോൾ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ആനന്ദഭരിതമാക്കാൻ ഈ ചോദ്യങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഞാൻ ആരാണ് എന്ന ചോദ്യം, അതേപോലെ ജ്ഞാനം, അറിവ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള അന്വേഷണം. അങ്ങനെ അറിവിന് വേണ്ടിയുള്ള നിതാന്തമായ അന്വേഷണത്തിൽ അറിവ് ബോധം തന്നെയാണ്, ശിവൻ തന്നെയാണ് എന്ന് അവസാനം തെളിഞ്ഞ് കിട്ടും. അത് അനുഭവമായി തീരുമ്പോൾ അയാൾ പരമാനന്ദമായ ശിവാനന്ദത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ അയാൾക്ക് ദുഃഖമേ ഇല്ല. ഇതാണ് ഇവിടെ മാണിക്യവാചകർ ഈ വാക്കുകളിലൂടെ പറയുന്നത്. ഞാൻ ആരാണെന്നതും ഉള്ളിലുള്ള ജ്ഞാനം എന്താണെന്നതും ആരറിയും? വാനവർക്കീശൻ വന്ന് എന്നെ തൻ്റെ സ്വന്തമാക്കിയിടുകിൽ ഊനാമാർന്നൊരു ഉടഞ്ഞ കപാലത്തിൽ പിച്ച തേടും. വാനവർക്കീശൻ, ശിവൻ ആരാണ്? ദേവന്മാരുടെയും ദേവനാണ്. വന്ന് എന്നെ തൻ്റെ സ്വന്തമാക്കി. അങ്ങനെയുള്ള ദേവാദിദേവനായ, ദേവന്മാരുടെ ദേവനായ ശിവഭഗവാൻ എന്നെ വന്ന് സ്വന്തമാക്കി. എന്നിട്ടോ കയ്യിൽ പിച്ചയ്ക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കപാലത്തിൽ പിച്ച തേടും. കപാലം, തലയോട്ടിയിലാണ് ശിവൻ പിച്ച തേടുന്നത്. അപ്പോൾ തലയോട്ടിയിൽ പിച്ച തേടുന്ന അല്ലയോ ശിവഭഗവാനെ, അതായത് നിഷ്കിഞ്ചനായ, അതായത് ഒന്നും സ്വന്തമല്ലാത്ത, എല്ലാം സ്വന്തമായിട്ടും ഒന്നും സ്വന്തമില്ലാത്ത ഈ തലയോട്ടിയിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന അല്ലയോ ശിവൻ, അമ്പലവാണനായ ശിവഭഗവാൻ, തേഞ്ചോരുന്ന വാക്കുകൾ ഉച്ചരിക്കുന്ന ആ ഭഗവാൻ ശിവൻ, അങ്ങനെയുള്ള തേഞ്ചോരുന്ന ചേവടി ചെന്ന് പാടൂ പരിവണ്ടേ നീ. അങ്ങനെയുള്ള ശിവൻ്റെ പാദങ്ങളിൽ ചെന്ന് അല്ലയോ വണ്ടേ നീ പാടൂ. തിന പോലെ ചെറുതാകും പൂവിൽ തേനുണ്ണാതെ നനയ്ക്കുമ്പോൾ കാണുമ്പോൾ പേശുമ്പോഴും എല്ലിൻ കൂടെ ഉള്ളുരുകുമാറ് ആനന്ദത്തേൻ ചുരിഞ്ഞിടും നടേശൻ തൻ്റെ ചാരത്ത് ചെന്ന് നീ പാടുവണ്ടേ. നീ ശിവൻ്റെ ചാരത്ത് ചെന്ന് അല്ലയോ വണ്ടേ വരിവണ്ടേ പാടൂ. എന്താണ് പാടേണ്ടത്? തിന പോലെ ചെറുതാകും. തിന പോലെ, ചെറുതിൽ വച്ച് ഏറ്റവും ചെറുതായിട്ടുള്ളത്, വലിപ്പത്തിൽ വച്ച് ഏറ്റവും വലുതായിട്ടുള്ളത്. അണോരണിയാൻ
മഹിതോ മഹിയാൻ എന്ന് ഉപനിഷത്ത് പറയുന്ന ആ ദർശനം തന്നെയാണ് ഇവിടെ. ചെറുതിൽ വച്ച് ഏറ്റവും ചെറുതും വലുതിൽ വച്ച് ഏറ്റവും വലുതുമായുള്ള ആ ശിവഭഗവാന്റെ അടുത്ത് ചെന്ന് അല്ലയോ വണ്ടേ നീ പാടൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലിൻ കൂടുള്ളിൽ ഉരുകുമാറ ആനന്ദത്തേൻ ചൊരിഞ്ഞിടും. എല്ലുരുകുന്ന മാതിരി അത്രയ്ക്ക് ശക്തിയുള്ള ആനന്ദത്തിൻ്റെ മഹാപ്രവാഹം നമ്മിലേക്ക് പകരാൻ ശിവന് കഴിയുന്നു. അപ്പോൾ നമ്മുടെ എല്ലിനെ പോലും ഉരുക്കുന്ന അത്രയ്ക്ക് ശക്തിമത്തായ ആനന്ദത്തേൻ വർഷിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമാകുന്ന തേൻ വർഷിക്കാൻ ശിവന് മാത്രമേ കഴിയുള്ളൂ, നടേശന് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള നടേശൻ്റെ അടുത്ത് ചെന്ന് അല്ലയോ വണ്ടേ നീ വീണ്ടും വീണ്ടും പാടുക. അപ്പോൾ അണോരണിയാൻ മഹിതോ മഹിയാനായ ആ ശിവഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ അല്ലയോ വണ്ടേ നീ ചെന്ന് ശിവസമീപം ചെന്ന് പാടൂ എന്ന് പറയുന്നത്. ഓം ശിവായ നമഃ.